ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലെ അടുക്കള തോട്ടം ഒന്ന് കണ്ടേക്കാം. ആദ്യം തന്നെ ഗേറ്റ് തുറന്ന് വലത്തെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് 2 തോടിയുണ്ട്. ഫസ്റ്റ് തോടി നമുക്ക് കാണാം. ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു 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 മീനുകളൊക്കെ, ഗപ്പിയും അങ്ങനെയുള്ള കുഞ്ഞു മീനുകളൊക്കെ കിടപ്പുണ്ട്. രണ്ടാമത്തതിനകത്തും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതെല്ലാം നോക്കുന്നത് പപ്പയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പപ്പ കുറച്ച് 2-3 ചുമന്ന മീനൊക്കെ കൊണ്ടുവന്ന് ആ തോടിയിലോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ കൊച്ചു കൊച്ചു മീനുകളും കൂടെ വന്ന് അതിനകത്ത് കൂടെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ജാതിക്ക. ജാതിക്കയുടെ വേറൊരു മരവും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കും. ഇത് നാരങ്ങ, ഇതും പുറകിൽ നിൽപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതാ ഈ നിൽക്കുന്ന ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഇത് പഴുത്തിട്ടില്ല, ഇത് പച്ചയായിട്ട് നിൽക്കുകയാണ്. കുറച്ച് മഞ്ഞ കളർ വന്നത് ഞാൻ കാണിക്കാം. അത് നമുക്ക് കഴിച്ചു നോക്കാവേ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. പിന്നെ ഈ കാണുന്നതാണ് ചീരത്തോട്ടം. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചീരയൊക്കെ ഉള്ളു, ചുമന്ന ചീര, പച്ചച്ചീര, അങ്ങനെ. കണ്ട് ഇതാണ് വലിയ ജാതിക്ക മരം. അതിനകത്ത് കുറേ ജാതിക്കൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. കണ്ട, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അച്ചാറിടുന്ന ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതെല്ലാവരും ഒന്ന് കണ്ടേക്കണേ. ഇതാണ് താമരയും ആമ്പലും കൂടെയൊക്കെ ഒരു ബക്കറ്റിലിട്ട് വളർത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് വയലറ്റ് ആമ്പലും. പിന്നെ ഇതാ പച്ചച്ചീരയൊക്കെ. കപ്പയുടെ കണ്ട് ചെറുതാ. ഇത് കണ്ടോ, ഇതാണ് ചെമ്പയില. നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടും, ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇടും. മുരിങ്ങ മരം കണ്ടോ, പുറകിലും ഒരു വലിയ മുരിങ്ങ മരമുണ്ട്. അതായത് മല്ലിയില, ചേമ്പ്, ജീവിക്കകത്താണ് വളർത്തിയേക്കുന്നത്. പിന്നെ ഇത് മണിത്തക്കാളി, കുഞ്ഞു കുഞ്ഞു മണിത്തക്കാളി, ഒത്തിരി സാധനങ്ങൾ. പച്ചമഞ്ഞൾ. ഇത് കണ്ടോ, ഇതാണ് മാങ്ങ ഇഞ്ചി. മാങ്ങ ഇഞ്ചി ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ലതാണ്, നല്ല മണവും, മാങ്ങയുടെ മണമാണ് ഇഞ്ചിക്ക്. പച്ചമഞ്ഞൾ കണ്ടോ. പിന്നെ ഈ കാണുന്ന നോനി ഫ്രൂട്ട്. നോനി ഫ്രൂട്ട് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അതിനകത്തുനിന്ന് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ വെച്ച് ജ്യൂസൊക്കെ എടുക്കും. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഹെൽത്തിയാണ്. അതായത് നമ്മുടെ പുറകിൽ പിടിച്ച ചക്ക, 3 വർഷത്തിൽ കായ്ക്കുന്ന ചക്കയാണ്. പിന്നെ ഇതാ നാരങ്ങ മരം കണ്ടോ, നാരങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാലോ സപ്പോട്ട, ചിക്കു ഫ്രൂട്ട്. ഇത് ഒരെണ്ണം പഴുത്താണ്, നമുക്ക് തിന്നോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇലിമ്പിക്ക, നിങ്ങൾ പുളിഞ്ചിക്ക എന്നൊക്കെ പറയായിരിക്കും, നമ്മൾ ഇലിമ്പിക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യേ. പിന്നെ ഇതൊരു ഷാമ്പൂ വരുന്നൊരു പൂവുണ്ടല്ലോ, അതായത് വിളിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കണ്ട ചക്കയില്ലേ, ആ ചക്ക പിടിച്ച പ്ലാവാണിത്. പിന്നെ ഇതാണ് കൊടങ്ങൽ. കൊടങ്ങൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മി കണക്ക് നല്ല ഗുണമൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ വരാനായിട്ട് ഉണ്ടാകുന്നു. കുറുക്കിയൊക്കെ നമ്മൾ കുടിക്കും. ഇനി നമുക്ക് മേളിൽ പോവാം. മേളിൽ പോയപ്പോൾ തന്നെ മുരിങ്ങിക്ക കാണുന്നുണ്ട്. നല്ല രസമുണ്ട് മുരിങ്ങിക്ക കാണാൻ. മാവൊക്കെ പൂത്തിട്ടില്ല, പൂക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.